രാവിലെ ചപ്പാത്തിക്കുള്ളൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഉരുളക്കിഴങ്ങും പിന്നെ ക്യാബേജും കൂടി ചേർത്ത് ഒരു മസാലക്കറി. അപ്പോൾ അത് വെള്ളമൊന്നും ചേർക്കാതെ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ കുറച്ച് വരട്ടിയെടുക്കണ പോലെ കേട്ടോ, അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കസൂരി മേത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ക്യാബേജും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഒരു മസാലക്കറി. അപ്പോൾ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടിയിൽ ഓയിൽ ചൂടായി കഴിഞ്ഞു. ജീരകവും പെരിഞ്ജീരകവും കൂടി വറുക്കുകയാണ്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു വലിയ സവാള, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തോളൂ. ആ തക്കാളിയും കൂടി ചേർത്തു. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തത്. ആ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ക്യാബേജ് ഒരു ചെറിയ ക്യാബേജായിരുന്നു കേട്ടോ. അത് ഏകദേശം ഒരു 1/2 കിലോ ഇല്ല, 1/4 കിലോൻ്റെ കുറച്ച് കൂടുതലുണ്ടാവും. അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തു. അപ്പോൾ ചീഞ്ചട്ടി ഫുള്ളായിട്ടും ക്യാബേജ് ഇട്ടപ്പോൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് അടച്ച് വയ്ക്കാം. അതിന് മുമ്പ് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടച്ച് വയ്ക്കാം കേട്ടോ. ഒന്ന് ആവി കയറ്റി വരുമ്പോൾ നമുക്കതൊന്ന് ആ ക്യാബേജൊക്കെ ഒന്ന് ഇതായിട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ ശരിയാവും. അപ്പോൾ ഇപ്പം ഫുള്ളായിട്ട് ഇരിക്കണോണ്ടാണ്. അപ്പോൾ അടച്ച് വെച്ചു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ആകെ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉള്ളൂ. വെള്ളം വേണം, അതായത് കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ നന്നായിട്ട് വേവിക്കേണ്ടി വരും. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഉടച്ച് കൊടുക്കാം. പിന്നെ അവസാനം കുറച്ച് കസൂരി മേത്തിയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കും. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് വരും. അങ്ങനെ ചപ്പാത്തിക്ക് ഇന്നത്തെ കറി ക്യാബേജും പിന്നെ ഉരുളക്കിഴങ്ങും ചേർത്ത ഒരു മസാലക്കറി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.